വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ടൗൺഷിപ്പിനായുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ എസ്റ്റേറ്റ് ഉടമ ഫയൽ ചെയ്ത കേസുകളിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലൂടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിയതായി മന്ത്രി കെ രാജൻ. ആശ്വാസം നൽകുന്ന വിധിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ എസ്റ്റേറ്റ് ഉടമകൾ 8 കേസുകളാണ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത്. ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന 65 ഹെക്ടർ ഭൂമിക്ക് 510 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. എന്നാൽ സർക്കാർ കണക്കാക്കിയ വില 26 കോടി രൂപയാണ്. ഇതോടൊപ്പം ഭൂമി വിലയായി 17.77 കോടി രൂപ കൂടി കെട്ടിവയ്ക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ പണം വെള്ളിയാഴ്ച രാത്രി തന്നെ ട്രഷറി വഴി കളക്ടർ പ്രത്യേക അക്കൗണ്ടിലേക്ക് കൈമാറി. പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ വളരെ വേഗം മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 43 കോടി രൂപ കെട്ടിവെച്ച് ഭൂമിയുടെ കൈവശം ഏറ്റെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കോടതി അനുവാദം തന്നതെന്നും മന്ത്രി പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോടതിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സർക്കാരിന് തികച്ചും ആശ്വാസമായിട്ടുള്ള ഒരു കോടതി വിധിയാണ് ഇന്നുണ്ടായത്. ഒക്ടോബർ 4-ന്, അതായത് ജൂലൈ 30 ഉണ്ടായ 63ാമത്തെ ദിവസം ഭൂമിയിൽ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ടൗൺഷിപ്പ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി 2 പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് കേരളത്തിലെ ഗവൺമെന്റ്. കേവലം 63 ദിവസത്തിനകം അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് നടപടി ഗവൺമെന്റ് ഉത്തരവായി പുറത്തിറക്കിയെങ്കിലും നിങ്ങൾക്കറിയാവുന്നതുപോലെ ചില കാരണങ്ങളാൽ കോടതിയിലെ വ്യവഹാരങ്ങളുണ്ടായി. ആ വ്യവഹാരങ്ങൾ ഏതാണ്ട് 2.5 മാസക്കാലം നീണ്ടുപോയി. ഡിസംബർ 27-നാണ് പിന്നീട് കോടതി ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുത്ത നടപടി ശരിവെച്ചുകൊണ്ടു. എന്നാൽ LARR 2013-ലെ നഷ്ടപരിഹാരം അനുസരിച്ച് പണം കൊടുക്കണം എന്ന് നിശ്ചയിച്ചു. 2026 മാർച്ചോടെ എല്ലാ സംവിധാനങ്ങളുടെയും ടൗൺഷിപ്പ് പൂർത്തിയാക്കും. നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെക്കാമെന്നും ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി കമ്പനി നൽകിയാൽ മാത്രം തുക നൽകാമെന്നുള്ള സർക്കാർ വാദവും കോടതി അംഗീകരിച്ചത് സന്തോഷകരമാണെന്ന് മന്ത്രി പറഞ്ഞു. പണം കൊടുത്തതിന് ശേഷം ഭൂമിയുടെ പൊസഷൻ എടുക്കണമെന്നും അതിനു മുമ്പായി അവിടേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റേ ഒഴിവാക്കി തരാം എന്നുള്ള തീരുമാനം എടുത്തു. ഒക്ടോബർ 4-ന് ആധികാരികമായിട്ട് ഭൂമി ഏറ്റെടുക്കാൻ നിശ്ചയിച്ചുവെങ്കിലും അവിടെ ഫിസിക്കൽ സർവേ നടത്താനുള്ള നടപടി ഉൾപ്പെടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഡിസംബർ 27 വരെ കോടതിയുടെ മുമ്പാകെ ആ കേസ് ഇരുന്നതെങ്കിൽ ഡിസംബർ 27-ാം തീയതി അകത്ത് കടന്ന് കാര്യങ്ങൾ നടത്താൻ കോടതി അനുവദിച്ചിരുന്നുവെങ്കിലും നഷ്ടപരിഹാരം നിശ്ചയിച്ചതനുസരിച്ച് കൊടുത്ത് ഭൂമി ഏറ്റെടുക്കണം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ബന്ധപ്പെട്ട എസ്റ്റേറ്റിന്റെ ഉടമകൾ കോടതിയിൽ കേസുമായി പോയി. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ആവശ്യത്തിന് ഫണ്ടുകൾ നൽകുന്നില്ലെന്ന മാധ്യമ വാർത്തകൾ കണ്ടവനിരിക്കട്ടെ കേട്ടറിഞ്ഞവൻ പറയാം എന്ന ന്യായത്തിൽ നിന്ന് ഉണ്ടായതാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.